ഇതിനെക്കുറിച്ചുള്ള എക്സ്ട്രാ പോയിൻറ്റ്സ്. കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. നമ്മുടെ ഇന്ദ്രിയാനുഭവത്തിൻ്റെ 80% പ്രദാനം ചെയ്യുന്നത് കണ്ണാണ്. കാഴ്ചയിലൂടെയാണ് നമ്മൾ 80% കാര്യങ്ങളും അറിയുന്നത്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററാണ്. കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡാണ്. ഇനി കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. ഈ സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ചത് ഹെർമൻ സ്നെല്ലനാണ്. 6 മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്. അപ്പോൾ കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. വികസിപ്പിച്ചത് ഹെർമൻ സ്നെല്ലർ. 6 മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്. ഇനി കാഴ്ചശക്തി ഇല്ലാത്ത അന്ധരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് വൈറ്റ് കെയിൻ, ബ്രെയിൽ ലിപി, ടോക്കിംഗ് വാച്ച് തുടങ്ങിയവ. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൽ ലിപി. ബ്രെയിൽ ലിപി വികസിപ്പിച്ചത് ലൂയിസ് ബ്രെയിലാണ്. ഇനി നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത എന്ന് പറഞ്ഞു. വർണ്ണാന്ധത നിർണ്ണയിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റാണ് വർണ്ണാന്ധത നിർണ്ണയിക്കാനുള്ള പരിശോധന. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി. കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ച വൈകല്യമാണ് പ്രെസ്ബയോപ്യ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. ഇനി 2 കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ്ണ്. ഇനി മറ്റ് നേത്രവൈകല്യങ്ങളാണ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും. ഹ്രസ്വദൃഷ്ടി ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറയും. അതായത് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും, അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. അപ്പോൾ അവരിൽ പ്രതിബിംബം രൂപപ്പെടുക റെറ്റിനയ്ക്ക് മുന്നിലായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തത്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുക. ഹ്രസ്വദൃഷ്ടി ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം, അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിൽ പരിഹരിക്കാൻ കോൺകേവ് ലെൻസ്. ഇനി അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥ ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ. പ്രതിബിംബം റെറ്റിനയ്ക്ക് പിന്നിലാണ് രൂപപ്പെടുക. പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുക. ഇനി ഒരു വ്യക്തിയിൽ 2 വൈകല്യവും ഉണ്ടാവണം, ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഉണ്ടെങ്കിൽ ആ വ്യക്തി ഉപയോഗിക്കുക ബൈഫോക്കൽ ലെൻസാണ്. ബൈഫോക്കൽ ലെൻസാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ലെൻസിൻ്റെ വക്രതയിലെ തകരാറ് മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. അത് പരിഹരിക്കാൻ സിലിണ്ട്രിക്കൽ ലെൻസാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയുമാണ് കണ്ണിനെ കുറിച്ച് PSC റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് വരുന്നത്.